എന്തായാലും ലഹരി ഉപയോഗിച്ചതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്റ്റേഷൻ ജാമ്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ആ സ്റ്റേഷൻ പരിസരത്തുണ്ട് എന്ന് ഡാനി പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ മാധ്യമങ്ങളെ കാണുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു പക്ഷേ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളെ കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ മാധ്യമങ്ങളുടെ ഒരു നിര തന്നെ പോലീസ് സ്റ്റേഷന് സമീപം ഉണ്ട്. നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയും നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളുടെ നിര. ഒപ്പം തന്നെ ആളുകൾ ഈ വാർത്തയറിഞ്ഞ് ഷൈൻ ടോം ചാക്കോയെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നു എന്നറിഞ്ഞ് ആളുകളുടെ വലിയ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഷൈൻ ടോം ചാക്കോ ഉള്ളത്. അവിടെ ജാമ്യ നടപടികൾ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏത് നിമിഷവും ഷൈൻ ടോം ചാക്കോയെ ജാമ്യത്തിൽ പുറത്തേക്ക് വിടും എന്നാണ് മനസ്സിലാക്കുന്നത്. NDPS ആക്ടിലെ 27, 29 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. പക്ഷേ മറ്റ് കേസുകൾ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ, മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ പരിശോധനകൾ, ഇതിൽ ഒക്കെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുകാരുമായുള്ള ബന്ധം തുടങ്ങിയവയാണ്. ആ കാര്യങ്ങളിൽ കൂടുതൽ കേസുകൾ വരുമോ, കൂടുതൽ അന്വേഷണം ഉണ്ടാകുമോ എന്നതൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്ന വിവരങ്ങൾ. ഡാനി ഇപ്പോൾ വീണ്ടും തുടരുന്നുണ്ട്. ഡാനി, വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, വിൻസി പറഞ്ഞ പരാതിയിലെ ആ നടൻ ഷൈൻ ടോം ചാക്കോയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. സിനിമാ സംഘടനകൾ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് അറിയേണ്ടതുണ്ട്. സിനിമയിലെ ലഹരി ഉപയോഗം വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം, ഒരു നടി തന്നെ അതിനെതിരെ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ആ നടൻ അന്വേഷണ സംഘത്തോട് താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഇന്ന സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇത്ര വർഷമായി ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അതിൽ അന്വേഷണം നേരിടുന്ന, അറസ്റ്റ് വരിക്കുന്ന ഒരു സാഹചര്യം, മറ്റ് അന്വേഷണങ്ങൾ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ സിനിമാ സംഘടനകൾ ഇതുവരെ ഒരു അക്ഷരവും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. അവർക്ക് കടുത്ത നിലപാടിലേക്ക് നീങ്ങേണ്ടി വരില്ലേ? തീർച്ചയായും അവർക്കും കടുത്ത നിലപാടിലേക്ക് മാറേണ്ടി വരും. കാരണം ഇതുവരെയും ഒരു വ്യക്തമായ രീതിയിലേക്ക് താരസംഘടനയാകട്ടെ മറ്റു സംഘടനകളാകട്ടെ നീങ്ങിയിരുന്നില്ല. കാരണം ഇതിൽ താരസംഘടന പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി അന്വേഷണം വേണം, അതിൽ 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തുക തുടങ്ങിയടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ താരസംഘടന നിലനിന്നിരുന്നത്. അവർ 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അവർ ഈ വിഷയങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് തയ്യാറാക്കും, ആ രീതിയിലുള്ളൊരു പോക്കാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഇടയ്ക്കെങ്കിലും ഈ ഷൈനെ സംഘടനയിൽ നിന്ന് പുറത്താക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ ഒരു കൃത്യമായ നിലപാടിലേക്ക് പോയിരുന്നില്ല. നിർമ്മാതാക്കളുടെയും ഫിലിം ചേംബറുമാകട്ടെ പറഞ്ഞിരുന്നത് തിങ്കളാഴ്ചയാണ് അവരുടെ അടിയന്തര യോഗം ചേരുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോഴും പറയുന്നത് ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലുള്ള നിലവിലെ സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയാക്കണം, എന്നിട്ട് വേണം നടപടികളിലേക്ക് കടക്കാൻ എന്നത്. നിലവിൽ കരാർ ഒപ്പിട്ട നിരവധി സിനിമകളുണ്ട്, അത് പൂർത്തിയാക്കുമ്പോൾ തന്നെ ഒരു സമയമാകും, അതിനുശേഷം മാത്രമായിരിക്കും നടപടികളിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മെല്ലെപ്പോക്ക് വളരെ പ്രകടമായിരുന്നു. പക്ഷെ അതിന് ഇനി സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം പോലീസ് കേസ് എടുത്തിരിക്കുന്നു. ആ കേസിലെ 1-ാം പ്രതിയാണ്. എല്ലാ അർത്ഥത്തിലും വലിയ രീതിയിലുള്ള കുറ്റങ്ങൾ ചാർജ് ചെയ്തു. ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യമാണെങ്കിൽ കൂടിയും ആ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വലുത് തന്നെയാണ്. നിലവിൽ ഒരു ഇതിന്റെ ഒരു നിശ്ചിത അളവ് മയക്കുമരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടെടുക്കാനായില്ല എങ്കിൽ കൂടിയും ഇത് ഇയാൾ സമ്മതിച്ചിരിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. വലിയ രീതിയിലേക്ക് താൻ ഇതിന്റെ ഒരു മയക്കുമരുന്നിന് അടിമയാണ്, താനിത് ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റു മയക്കുമരുന്നുകാരുമായിട്ട് തനിക്ക് ബന്ധമുണ്ട്, അവരുമായിട്ട് ഇടപാടുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും എന്തായാലും ഷൈൻ ടോം ചാക്കോ സ്റ്റേഷൻ ജാമ്യത്തിൽ അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റേഷനുള്ളിൽ ഇപ്പോൾ ജാമ്യത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു എന്ന് മനസ്സിലാകുന്നു. ഷൈൻ ടോം ചാക്കോയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ സ്റ്റേഷന് സമീപം എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നും കരുതുകയാണ്.
താൻ ഉപയോഗിക്കുന്നത് മെത്താഫെറ്റമിനും കഞ്ചാവും എന്നാണ് ഷൈൻ ടോം ചാക്കോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നത്. 1 വർഷം മുമ്പ് കൂത്താട്ടുകുളത്തെ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു എന്ന കാര്യം ഷൈൻ ടോം ചാക്കോ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ലഹരി എത്തിച്ചു നൽകുന്നത് സിനിമാ മേഖലയിലെ തന്നെ പ്രവർത്തകരാണ് എന്നതാണ് ഷൈൻ ടോം ചാക്കോ അറിയിച്ചിരിക്കുന്നത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിമയെ അറിയാമെന്ന മൊഴിയും ഷൈൻ ടോം ചാക്കോ നൽകിയിട്ടുണ്ട്. ഇവരുമായി പലതവണ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഉൾപ്പെടെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. അതിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നു, ലഹരി ഇടപാട് നടത്തുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിലൂടെ ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ആ വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ 4 മണിക്കൂറോളം നീളുന്ന ചോദ്യം ചെയ്യലിലാണ് താരം പതറിപ്പോവുകയും എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. താൻ ഭയന്ന് ആണ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ചാടിയതെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. താൻ ഹോട്ടൽ റൂമിലൂടെ നോക്കുമ്പോൾ പുറത്ത് തടിമാടന്മാരായ ആളുകളെ കണ്ടു, അവർ ഗുണ്ടകളാണെന്ന് കരുതി ഭയന്നോടി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് വരുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ചുമത്തിയിരിക്കുന്നു. തെളിവ് നശിപ്പിച്ചതിനും ഷൈനിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടൽ മുറിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് ഗുണ്ടകളെന്ന് കരുതി പേടിച്ചിട്ടല്ല, മറിച്ച് തെളിവ് നശിപ്പിക്കാനാണ് എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അറസ്റ്റ് എന്നത് കൃത്യമായ ബോധ്യത്തിലാണ്, കൃത്യമായ തെളിവുകളോടെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു കേസ് കൂടി എടുത്തിരിക്കുന്നു. തെളിവ് നശിപ്പിച്ചതിനുള്ള കേസാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എടുത്തിരിക്കുന്നത്. അത് ഹോട്ടൽ മുറി